ശിവയ്ക്ക് ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ PGക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നുണ്ട്. അതിൻ്റെ സന്തോഷം ആദിയുടെ അമ്മയോടും ആദിയുടെ അടുത്തും ഒക്കെ പറയാൻ വേണ്ടിയിട്ട് അവൾ ആദിയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഒരുപാട് ആഗ്രഹിച്ചതാണ് അവൾ ആ കോളേജിൽ കയറണമെന്ന്. അതിന് പ്രത്യേക എൻട്രൻസ് എക്സാം ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പാസ്സായതിനു ശേഷമാണ് അവൾ അവിടെ കയറിയിരിക്കുന്നത്. കോളിംഗ് ബെൽ അടിച്ചിട്ടും ആരും കതക് തുറക്കാഞ്ഞതും അവൾ ഹാൻഡിലിൽ പിടിച്ചു നോക്കി. അത് തുറന്നു കിടക്കുകയായിരുന്നു. അവൾ അത് തുറന്നുകൊണ്ട് അകത്തേക്ക് കയറി. അടുക്കളയിൽ ചെന്നതും അടുക്കളയിൽ ആരെയും കണ്ടിരുന്നില്ല. അമ്മേ, അവൾ വിളിച്ചുകൊണ്ട് എല്ലായിടവും കയറി നോക്കി. എന്നാൽ അവിടെ എങ്ങും ആരുമില്ലായിരുന്നു. ആരുമില്ലാതെ കതക് തുറന്നിടില്ല എന്ന് അവൾക്കറിയായിരുന്നു. ചിലപ്പോൾ രാവിലെ അമ്പലത്തിലോ മറ്റോ പോയതാകും എന്നവൾ കരുതി. ആദിയുണ്ടെങ്കിൽ ആദിയോട് സന്തോഷം പറയാമെന്ന് കരുതി അവൾ ആദിയുടെ മുറിയിലേക്ക് നടന്നു. അവിടെ ചെന്നപ്പോൾ ആ വാതിലും മലക്കെ തുറന്നിട്ടിരിക്കുകയായിരുന്നു. അവൾ അകത്തേക്ക് കയറിയതും ഒരു മദ്യത്തിൻ്റെ ബോട്ടിലിൽ കാല് തട്ടി. ആ ബോട്ടിൽ അവളുടെ കാല് തട്ടി മുൻപിലേക്ക് ഉരുണ്ടുപോയി. അവൾ തറയിലേക്ക് നോക്കി. ആ മുറിയിൽ ചുറ്റിനും കുറേ ബോട്ടിലുണ്ടായിരുന്നു. അതിൻ്റെ ഒത്ത നടുക്ക് ആദിയും. ഒരു ബ്ലാക്ക് കളർ പാൻറ്റും റെഡ് കളർ ഷർട്ടും. ഇന്നലെ രാത്രിയിൽ വന്ന പാടെയുള്ള രീതിയാണെന്ന് അവൾക്ക് മനസ്സിലായി. അടിച്ച് ഫിറ്റായിട്ട് കിടക്കുകയാണ്. രാവിലെ തന്നെ ഒരു ബോധവുമില്ലാതെ. അതുപോലെ അവൻ കുടിച്ചിട്ടുണ്ട്. തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ ആ അവസ്ഥ കണ്ട് ഒരു നിമിഷം അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇനി എങ്ങനെയാണ് അവനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് അവൾക്കറിയില്ലായിരുന്നു. അവളെ ഇനി ഒരിക്കലും ആദിയേട്ടന് കിട്ടില്ല എന്ന് അവനോട് പറയണമെന്ന് അവൾക്ക് തോന്നി. എന്നാൽ താൻ എന്തെങ്കിലും പറഞ്ഞാൽ ആദിയേട്ടൻ കരുതും എനിക്ക് ആദിയേട്ടനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടായിരിക്കുമെന്ന്. പക്ഷേ അങ്ങനെ ഒരിക്കലും താൻ ചിന്തിച്ചിട്ടില്ല. ആദിയേട്ടൻ്റെ മനസ്സിൽ എനിക്ക് സ്ഥാനമില്ലെന്ന് അറിഞ്ഞപ്പോൾ ആദിയേട്ടനെ മറക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ കുട്ടിക്ക് ആദിയേട്ടനെ ഇഷ്ടമാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ കടന്നു ചെല്ലരുതെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ വിധി അതിങ്ങനെയായിരുന്നു. അതിനും ആദിയേട്ടൻ കുറ്റപ്പെടുത്തുന്നത് തന്നെയാണ്. ആദിയേട്ടനെ സ്വന്തമാക്കാൻ ഞാനും ഒരിക്കലും ഇല്ല ആദിയേട്ടാ. എനിക്ക് ആദിയേട്ടൻ നശിക്കുന്നത് കാണാനല്ല, ഏട്ടൻ സന്തോഷമായിട്ടിരിക്കുന്നത് എങ്ങനെയാണോ അത് ആരുടെ കൂടെയാണോ അത് കാണാൻ ആദിയേട്ടാ എനിക്കിഷ്ടം. പക്ഷേ ഏട്ടനതെന്താ മനസ്സിലാക്കാത്തത്? ഓരോന്നാലോചിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ നിറഞ്ഞ കണ്ണുകളും വിതുമ്പുന്ന ചുണ്ടുമായി അവൻ്റെ അടുത്തേക്ക് നടന്നു. പിന്നെ അവൻ്റെ അടുത്ത് മുട്ടുകുത്തി അവൾ ഇരുന്നു. ആദിയേട്ടാ, അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ വിളിച്ചു. ഉറക്കത്തിലെന്ന പോലെ അവനൊന്ന് മൂളി. ആദിയേട്ടാ, അവൾ വീണ്ടും തട്ടി വിളിച്ചു. അവൻ വീണ്ടും ഒന്ന് മൂളി. ഇപ്പോൾ അവനോട് പറയാൻ പറ്റുന്ന സാഹചര്യമല്ല എന്ന് അവൾക്ക് മനസ്സിലായി. പിന്നെ വന്ന് പറയാമെന്ന് കരുതി അവൾ അവിടെ നിന്ന് എഴുന്നേൽക്കാൻ തുടങ്ങിയതും അവളുടെ കയ്യിൽ പിടി വീണിരുന്നു. അവൾ അവിടേക്ക് തന്നെ ചെന്നിരുന്നു. പെട്ടെന്ന് ആദ്യം അവളെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ചു. പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തിക്കൊണ്ട് ഇടുപ്പിലൂടെ അവളെ ചുറ്റിപ്പിടിച്ചു. ആദിയേട്ടാ, അവൾ വിളിച്ചുകൊണ്ട് അവൻ്റെ ഷോൾഡറിൽ പിടിമുറുക്കി. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. എന്നെ വിട്ടിട്ട് പോവല്ലേ പ്ലീസ്. ഇത്ര വർഷം ഞാൻ മനസ്സിൽ കൊണ്ട് നടന്നതാണെന്നറിയോ നിന്നെ? അവൻ പറഞ്ഞതും അവൾ ഞെട്ടിപ്പോയി. എന്നെ വിട്ടിട്ട് പോവല്ലേ ചിന്മയ്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. കാശിയെ വേണ്ടെന്ന് വെച്ചിട്ട് എൻ്റെ അടുത്ത് വാ, ഞാൻ നോക്കിക്കോളാം നിന്നെ. അവൻ പറയുന്നത് കേട്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. തന്നെ ചേർത്ത് പിടിച്ച് മറ്റൊരു പെണ്ണിനെ ആഗ്രഹിക്കുകയാണ് തൻ്റെ പ്രാണൻ. അവൾ എന്തോ പറയാൻ തുടങ്ങിയതും അവൻ അവളുടെ കഴുത്തിൽ അമർത്തി ചുംബിച്ചു. ആദ്യമായി കിട്ടിയ അവൻ്റെ ചുടുചുംബനത്തിൽ തളർന്നു പോകുന്നത് പോലെ അവൾക്ക് തോന്നി. അവളൊന്ന് ഉയർന്നു പൊങ്ങി. അവളുടെ കഴുത്തിൽ ചുംബിച്ച അവൻ അവളുടെ മുഖം മുഴുവൻ ചുംബിച്ചു. അപ്പോൾ അവൻ്റെ മുൻപിലിരിക്കുന്നത് ശിവയല്ലായിരുന്നു. അവൻ സ്നേഹിച്ച, സ്വന്തമാക്കാൻ ആഗ്രഹിച്ച പാറുവിനെ പോലെ അവൻ അവളെ തോന്നി. എന്ത് ചെയ്യണമെന്നറിയാതെ ശിവ അവൻ്റെ പ്രണയചുംബനം ഏറ്റുവാങ്ങി. ആദിയേട്ടാ, അവൻ്റെ കണ്ണുകൾ അവളുടെ ചുണ്ടിലാണെന്നറിഞ്ഞ അവൾ വിറയലോടെ അവനെ വിളിച്ചു. എന്നാൽ അവൻ അതൊന്നും ശ്രദ്ധിക്കാതെ അവളുടെ ചുണ്ടിൽ അവൻ്റെ ചുണ്ടുകൾ അടുപ്പിച്ചു. ഞാൻ ചിന്മയല്ല ഏട്ടാ, ഞാൻ ശിവയാ. അവൻ്റെ മുഖം അവളുടെ മുഖത്തിൻ്റെ അടുത്തെത്തിയതും അവൻ്റെ വാ പൊത്തിപ്പിടിച്ചുകൊണ്ട് അവൾ പെട്ടെന്ന് പറഞ്ഞു. അത് കേട്ടതും അവൻ സംശയത്തോടെ അവളെ നോക്കി. ഞാൻ ശിവയാ ഏട്ടാ. അവൾ വീണ്ടും പറഞ്ഞതും അവളുടെ ഇടുപ്പിൽ കൂടി ചുറ്റിയിരുന്ന അവൻ്റെ കൈകൾ അയഞ്ഞു. അവൻ നെറ്റി ചുളിച്ചു. പിന്നെ ദേഷ്യത്തോടെ അവളെ നോക്കി. നീ എൻ്റെ പെണ്ണാവാൻ ശ്രമിക്കുവാണോ? എന്നെ പറ്റിക്കാന്ന് കരുതിയോ? ആണോടി? അവൻ ദേഷ്യത്തോട് ചോദിച്ചതും അവൾ ഇല്ലാന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി. അവൻ ഇരുന്നിടത്തു നിന്നും കട്ടിലിൽ പിടിച്ച് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. അവളും അവൻ്റെ ഒപ്പം എഴുന്നേൽക്കാൻ ശ്രമിച്ചതും മദ്യത്തിൻ്റെ ഹാങ് ഓവറിൽ കാലുകൾക്ക് ബലമില്ലാതെയായ അവൻ വീഴാൻ പോയതും ശിവയെ അവൻ പിടിച്ചു. പെട്ടെന്ന് ആദി പിടിച്ചതും ബാലൻസ് തെറ്റി ആദിയും അവളും തറയിലേക്ക് തന്നെ വീണു. ശിവയുടെ പുറത്തായി ആദി ചെന്ന് വീണതും അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. അവൻ അവളുടെ ഇരുവശത്തേക്കും കൈകളൂന്നി കിടന്നു.
അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു പിടിച്ചു. അവളുടെ ചുണ്ടുകൾ വിറയ്ക്കാൻ തുടങ്ങി. അത്രയും അടുത്ത് അവളുടെ ശരീരത്തോട് ചേർന്ന് കിടന്ന അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖം മുഴുവൻ അലഞ്ഞു. കുഞ്ഞി കണ്ണുകളാണ് അവൾക്ക്. അത് ഇറുക്കി അടച്ചു പിടിച്ച് കിടക്കുകയാണ്. ചുണ്ടുകൾ വിറകൊള്ളുന്നുണ്ട്. കൈകൾ രണ്ടും അവൻ്റെ 2 കൈകളിലും സ്ഥാനം പിടിച്ചിട്ടുണ്ട്. നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന അവളുടെ മുടികൾ കുറച്ച് അവളുടെ ഇടത് കണ്ണിനെ മറച്ചിട്ടുണ്ട്. മുഖത്തെല്ലാം വിയർപ്പ് തുള്ളികൾ പ്രത്യക്ഷമായിട്ടുണ്ട്. നിറഞ്ഞൊഴുകിയ കണ്ണുനീരിൻ്റെ ബലം എന്ന വണ്ണം അവളുടെ കവിളിലും മറ്റും കണ്ണുനീരിൻ്റെ പാടുണ്ട്. അവൻ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന അവളുടെ മുടി ഒരു കൈകൊണ്ട് മാറ്റി അവളുടെ ചെവിക്ക് പുറകിലേക്ക് വെച്ചു കൊടുത്തതും അവൾ കണ്ണുകൾ പതിയെ തുറന്നു. എന്തിനാ ശിവ നീ എൻ്റെ മനസ്സിൽ കയറിപ്പറ്റാൻ നോക്കുന്നത്? എനിക്ക് നിന്നെ ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ. പിന്നെയും എന്നെ ദേഷ്യവും വാശിയും പിടിപ്പിക്കാൻ നീ എന്തിനാ ശ്രമിക്കുന്നത്? ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടില്ല. എനിക്ക് ബസേലിയസ് കോളേജിൽ PGക്ക് സീറ്റ് കിട്ടി. അത് ആദ്യേട്ടനോട് പറയാൻ വന്നതാ ഞാൻ, അല്ലാതെ ഒന്നിനും. അവൾ വിതുമ്പി. നീ എന്തിനാ കരയുന്നത്? അവൻ അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തുകൊണ്ട് ചോദിച്ചു. അവൻ്റെ പ്രവൃത്തി കണ്ട് അവൾ ഞെട്ടിപ്പോയി. ശിവ. തന്നെ അത്ഭുതത്തോടെ നോക്കുന്ന അവളെ അവൻ അരുമയായി വിളിച്ചു. ഞാൻ ഒന്നിനും വന്നതല്ല ഏട്ടാ. എനിക്ക് ഏട്ടനെ വിഷമിപ്പിക്കാൻ ഒരു ആഗ്രഹവും ഇല്ല. എനിക്ക് ഏട്ടനെ മനസ്സിലാകും. എന്നോട് ഏട്ടൻ ദേഷ്യപ്പെട്ടാലും എന്നെ വേദനിപ്പിച്ചാലും തല്ലിയാലും എനിക്ക് വിഷമമില്ല. ഞാൻ ആദ്യേട്ടൻ്റെ മനസ്സിൽ കയറിപ്പറ്റാൻ നടക്കുകയാണെന്ന് അത് മാത്രം പറയല്ലേ. എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ അങ്ങനെയുള്ള പെണ്ണാണോ? ആദ്യേട്ടന് മറ്റൊരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഒഴിഞ്ഞു പോകാൻ നിന്നതാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമോ ആദ്യേട്ടാ? അവൾ വിതുമ്പിക്കൊണ്ട് വിറയലോട് ചോദിച്ചു. ഒരു നിമിഷം തൻ്റെ ശരീരത്തോട് ചേർന്ന് തന്നെ നോക്കി നിറകണ്ണുകളോടെ വിറച്ചുകൊണ്ട് പറയുന്ന അവളെ കണ്ടതും ആദിക്ക് വല്ലാത്ത വിഷമം തോന്നി. അവനൊന്നും മിണ്ടാതെ അവളുടെ ശരീരത്തിൽ നിന്നും എഴുന്നേൽക്കാൻ തുടങ്ങിയതും കാലുകൾ തന്നെ അവൻ വീണ്ടും അവളുടെ ശരീരത്തിലേക്ക് തന്നെ അമർന്നു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ കവിളിൽ പതിച്ചു. ഒരു നിമിഷം അവർ ഇരുവരും ഞെട്ടി. അവൻ അവളെ നോക്കാതെ എങ്ങനെയോ അവളിൽ നിന്നും പിടഞ്ഞു മാറിക്കൊണ്ട് എഴുന്നേറ്റു. അവളും തറയിൽ നിന്നും എഴുന്നേറ്റിരുന്നു. അവൻ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് ടവലുമായി ബാത്റൂമിലേക്ക് കയറി. എന്നാൽ അവൻ നൽകിയ ചുംബനത്തിൽ അവൾ കവളിൽ കൈവച്ചുകൊണ്ട് ദയനീയമായി അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. ശിവ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും ആലോചിച്ചുകൊണ്ട് ഷവറിന് മുൻപിൽ ആദ്യം നിന്നു. പലപ്പോഴും അവളുടെ ഇഷ്ടം തനിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നിട്ടും അത് മനസ്സിലാകാത്തതുപോലെ താൻ നടിക്കുകയായിരുന്നു. അറിയില്ല എന്തു ചെയ്യണമെന്ന്. ഒരു വശത്ത് താൻ ആദ്യമായി സ്നേഹിച്ച, സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ച പെൺകുട്ടി, മറുവശത്ത് താൻ ആട്ടിപ്പായിച്ചിട്ടും വേദനിപ്പിച്ചിട്ടും തല്ലിയിട്ടും തന്നെ മാത്രം സ്നേഹിക്കുന്ന മറ്റൊരു പെൺകുട്ടി. അവളെ കാശിക്ക് വിട്ടുകൊടുക്കാൻ മനസ്സനുവദിക്കുന്നില്ല. മറുവശത്ത് ശിവയെ വേദനിപ്പിക്കുമ്പോൾ തൻ്റെ നെഞ്ച് പിടയുകയും ചെയ്യുന്നുണ്ട്. അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് മദ്യത്തിൻ്റെ കൂട്ട് പിടിക്കുന്നത്. അവൻ ഓരോന്നും ആലോചിച്ച് ഷവറിന് മുൻപിൽ നിന്നു. കാലം എന്താണ് അവന് കാത്തു വച്ചിരിക്കുന്നതെന്നറിയാതെ ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയി. ഇന്നാണ് അനന്തൻ്റെ ലച്ചുവിൻ്റെ വിവാഹം. അനന്തേട്ടാ മതി ഒരുങ്ങിയത്. ഇങ്ങനെ ഒരുങ്ങി കുളവാകാതെ. പൗഡറൊക്കെ ഇട്ട് ഒരുങ്ങുന്ന അനന്തനെ നോക്കി പാറു കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ഒരു മുണ്ടും ക്രീം കളർ ഷർട്ടുമായിരുന്നു അവൻ്റെ വേഷം. നീ ഇതുവരെ ഒരുങ്ങിയില്ലേ? കുളിച്ചിട്ട് ഈർനായി തലമുടിയുമായി നിൽക്കുന്ന പാറുവിനെ കണ്ട അനന്തൻ സംശയത്തോട് ചോദിച്ചു. എന്തിന്? സമയം 8 മണിയല്ലേ ആയുള്ളൂ. കാശിട്ടും കുളിക്കുന്നതേ ഉള്ളൂ. പിന്നെന്തിനാ ഞാൻ ഇപ്പോഴേ ഒരുങ്ങുന്നേ? അവൾ തിരികെ ചോദിച്ചു. സമയം പെട്ടെന്ന് പോകും. ചെന്ന് ഒരുങ്ങാൻ നോക്കു പെണ്ണേ. അവസാനം നിന്നെ ഇവിടെ ആക്കിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി പോകുവേ. പിന്നെ കാശിയേട്ടൻ എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവാൻ ഒരിക്കലുമില്ല. എൻ്റെ കാശിയേട്ടൻ ഞാനില്ലാതെ പോവില്ല. പാറു അവനെ പുച്ഛിച്ചു. പാറു. മുറിയിൽ നിന്നും കാശി വിളിച്ചതും അവൾ അനന്തനെ നോക്കി. കാശിയേട്ടൻ വിളിക്കുന്നു, ഞാൻ പോവുകയാണേ. പിന്നെ അനന്തേട്ടാ ഒരുപാടങ്ങ് ഒരുങ്ങണ്ട. ഏട്ടൻ ഇനി എത്ര ഒരുങ്ങിയാലും ഈ മരമോന്തം മാറില്ലല്ലോ. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഡി. അനന്തൻ മുടി ചീക്കിക്കൊണ്ടിരുന്ന ചീപ്പുമായിട്ട് അവളെ അടിക്കാൻ കൈയോങ്ങിയതും അവൾ ഓടി. അവളുടെ ഓട്ടം അവസാനിച്ചത് അവരുടെ മുറിയിൽ ചെന്നപ്പോഴായിരുന്നു. എന്തിനാടി രാവിലെ ഓടുന്നത്? ഓടി വരുന്ന അവളെ കണ്ടതും കാശി കപട ദേഷ്യത്തോട് ചോദിച്ചു. ചുമ്മാ അനന്തേട്ടനെ ദേഷ്യം പിടിപ്പിക്കാൻ ചെന്നതാ. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും കാശി അത് കേട്ട് പുഞ്ചിരിച്ചു. എന്തിനാ കാശിയേട്ടാ വിളിച്ചേ? അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു. നീ റെഡി ആവുന്നില്ലേ പെണ്ണേ? അവൻ മുണ്ടെടുത്ത് ഉടുത്തുകൊണ്ട് ചോദിച്ചു.
ഒരുങ്ങണം കാശിയേട്ടാ. ഞാൻ ദേ നെയിൽ പോളിഷ് ഇടുമായിരുന്നു. ഈ കളർ ഈ ധാവണിക്ക് മാച്ച് അല്ലേ ഏട്ടാ? അവൾ കയ്യിലിരുന്ന ഒരു റോസ് കളർ നെയിൽ പോളിഷ് കാണിച്ചു കൊടുത്തുകൊണ്ട് അവനോട് ചോദിച്ചു. ഇത് നമ്മളൊന്ന് ധാവണി എടുത്തപ്പോൾ എടുത്ത നെയിൽ പോളിഷ് അല്ലേ? അവൻ സംശയത്തോടെ തിരികെ ചോദിച്ചു. അതെ, അന്ന് നമ്മൾ 2 കളർ വാങ്ങിയില്ലേ കാശിയേട്ടാ? രണ്ടും 2 തരത്തിലുള്ള റോസ് കളർ അല്ലായിരുന്നോ? ഈ കളറല്ലേ കൂടുതലും ഈ ധാവണിക്ക് ചേരുന്നത്? അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചതും അവനാണെന്ന് തലയാട്ടി. കാശിയേട്ടാ, ഒരുങ്ങിക്കഴിഞ്ഞോ? ഷർട്ടിൻ്റെ ബട്ടൺസ് ഇടുന്ന അവനെ നോക്കി അവൾ സംശയത്തോടെ ചോദിച്ചു. കഴിഞ്ഞു, തലയും കൂടി ചീവിയാൽ മതി. എന്താടി? എനിക്ക് ഈ ധാവണി ഒന്ന് ഉടുപ്പിച്ചു തരാവോ? എനിക്ക് ഞൊറിഞ്ഞുടുക്കാൻ അറിയില്ല. അവൾ ചുണ്ടുകൾ ചുളുക്കി പറഞ്ഞു. ചുമ്മാതല്ല നീ ഇത്രയും നേരം ഒരുങ്ങാതെ നിന്നത് അല്ലേ? അവൻ ഇളിയിൽ കൈകുത്തിക്കൊണ്ട് ചോദിച്ചു. അവളതിന് നല്ലോണം ഇളിച്ചു കാണിച്ചു. പോയി പാവാടയും ബ്ലൗസും ഇട്ടിട്ട് വാ. അവൻ പറഞ്ഞതും കട്ടിലിൽ കിടന്ന പാവാടയും ബ്ലൗസുമായിട്ട് അവൾ ബാത്റൂമിലേക്ക് കയറി. അവനപ്പോഴേക്കും മുടിയൊക്കെ ചീകി ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. ഒരു റോസ് കളർ ഷർട്ടും അതിന് ചേരുന്ന മുണ്ടുമായിരുന്നു അവൻ്റെ വേഷം. അവൾക്കായിട്ട് അവൻ എടുത്തതും ഒരു റോസ് കളർ ധാവണിയായിരുന്നു. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അവൾ അതിൻ്റെ പാവാടയും ബ്ലൗസും ഇട്ടുകൊണ്ട് ബാത്റൂമിൽ നിന്നും ഇറങ്ങി. കാശിയേട്ടാ, അവൾ വിളിച്ചതും കണ്ണാടിയിൽ നോക്കി ഒരുങ്ങിക്കൊണ്ട് നിൽക്കുകയായിരുന്ന കാശി തിരിഞ്ഞു നോക്കി. പാവാടയിലും ബ്ലൗസിലും അവളെ കണ്ട കാശിയുടെ കണ്ണുകൾ തിളങ്ങി. അവളുടെ വെളുത്ത വയറിൽ അവൻ്റെ കണ്ണുകൾ ചെന്നെത്തി. അവൻ്റെ കണ്ണുകൾ അവളുടെ വയറിലാണെന്ന് അറിഞ്ഞതും അവൾ കുറുമ്പോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. കാശിയേട്ടാ, അവൾ കപട ദേഷ്യത്തോടെ വിളിച്ചതും അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ഇളിച്ചു കാണിച്ചു. എന്തു നോക്കി നിൽക്കുവാ? ഉടുപ്പിക്ക്. ധാവണിയുടെ ഷോളെടുത്ത് അവൻ്റെ കൈകളിലേക്ക് കൊടുത്തുകൊണ്ട് അവൾ പറഞ്ഞു. അവൻ ചിരിയോടെ മുണ്ട് മടക്കി കുത്തി. അവൻ എന്താ ചെയ്യാൻ പോകുന്നതെന്നറിയാതെ അവൾ അവനെ നോക്കി നിന്നതും അവൻ അവളുടെ കയ്യിൽ നിന്നും ഷോൾ വാങ്ങിയിട്ട് അവളുടെ അടുത്തേക്ക് മുട്ടുകുത്തിയിരുന്നു. അവളുടെ ഇടുപ്പിൽ 2 സൈഡിലും അവൻ കൈകൾ വെച്ചുകൊണ്ട് അവളെ ഒന്ന് നോക്കി. അവളാണെങ്കിൽ അവനെ നോക്കി എന്താണെന്ന് പുരുകം പൊക്കി ചോദിച്ചു. അവനൊന്നുമില്ലെന്ന് തലയാട്ടിക്കൊണ്ട് അവളുടെ സ്കേർട്ട് കുറച്ച് താഴ്ത്തി. അവളുടെ നാഭിച്ചുഴികൾ അവനു മുൻപിൽ അനാവൃതമായി. നമുക്കിവിടെ ഒരു വെള്ളി അരിഞ്ഞാണം വാങ്ങിയിടണം കേട്ടോ, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ വീണ്ടും കുറുമ്പോടെ അവനെ നോക്കി. അവനവളുടെ ഇടുപ്പിൻ്റെ 2 വശത്തേക്കും കൈകൾ വെച്ച് പിടിച്ചുകൊണ്ട് അവളുടെ നാഭിച്ചുഴിയിൽ ചുണ്ടുകൾ ചേർത്തു. ഏട്ടാ, അവൾ അവൻ്റെ തലമുടിയിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു. പാറു, ഇന്ന് അവരുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ? നമുക്കും അതങ്ങ് നടത്തിയാലോ? അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്ന് തുടുത്തു. എൻ്റെ പെണ്ണിന് നാണമൊക്കെ വരുന്നുണ്ടല്ലോ, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഒന്ന് പോകാശിയേട്ടാ, ഉടുപ്പിക്ക്, സമയം പോന്നു. അവൾ ക്ലോക്കിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞതും അവനതിൻ്റെ തുമ്പെടുത്ത് സ്കേർട്ടിൽ തിരികെ അവൻ അത് ഉടുപ്പിച്ച് ഷോൾ ഞൊറിയാൻ നേരമാണ് അവളുടെ ബ്ലൗസ് ലൂസാണെന്ന് കാണുന്നത്. അവനൊരു പിന്നെടുത്തത് അഡ്ജസ്റ്റ് ചെയ്ത് കുത്തിക്കൊടുത്തു. പിന്നെ ഷോൾ ഞൊറിഞ്ഞ് അവൾക്ക് ധാവണിയും ഉടുപ്പിച്ചു. നോക്കിക്കേ എങ്ങനെയുണ്ടെന്ന് അവൻ പറഞ്ഞതും അവൾ കണ്ണാടിയുടെ മുൻപിൽ ചെന്ന് നോക്കി. വളരെ ഭംഗിയായിട്ട് അവൻ ഉടുപ്പിച്ച് ഞൊറിഞ്ഞു കുത്തി കൊടുത്തിരുന്നു. സൂപ്പർ കാശിയേട്ടാ, അവൾ കൈകൾ കൊണ്ട് കാണിച്ചിട്ട് കൊഞ്ചി പറഞ്ഞു. പോയി തലയൊക്കെ കെട്ടി ഒരുങ്ങിയിട്ട് വാ. അവൻ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് ഒരുങ്ങാൻ പോയി. അവൻ ഫോണുമായി കട്ടിലിലേക്കും ഇരുന്നു. അവൾ പൊട്ടും കൺമഷിയും ഒക്കെ ഇട്ട് തലയൊക്കെ കെട്ടി കാശി വാങ്ങിക്കൊടുത്ത മുല്ലപ്പൂവൊക്കെ ചൂടി സുന്ദരിയായിട്ടൊരുങ്ങി. കാശിയേട്ടാ, അവൾ കാശിയുടെ അടുത്ത് വന്ന് നിന്നുകൊണ്ട് വിളിച്ചതും അവൻ ഫോണിൽ നിന്നും കണ്ണെടുത്ത് അവളെ നോക്കി. ഒരു നിമിഷം അവളെ കണ്ട് അവൻ അന്തം വിട്ട് നിന്നിരുന്നു. അത്ര ഭംഗിയായിരുന്നു അവളെ ആ ധാവണയിൽ കാണാൻ. അവൾ നിറഞ്ഞ ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ മൊബൈൽ കട്ടിലിലേക്ക് ഇട്ടിട്ട് അവളെ പിടിച്ച് അവൻ്റെ മടിയിലേക്കിരുത്തി. എങ്ങനെയുണ്ട് കാശിയേട്ടാ, കൊള്ളാവോ? അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. പിന്നെ എൻ്റെ മോളിപ്പോൾ സുന്ദരി കുട്ടിയായിട്ടുണ്ട്, ആരുടെയും കണ്ണു തട്ടാതിരിക്കട്ടെ, അവൻ അവളെ കൈകൾ കൊണ്ട് ഒഴിഞ്ഞു പറഞ്ഞു. അത് കേട്ട് അവളും ചിരിച്ചു. അവൻ അവളുടെ നെറ്റിയിലൊന്ന് അമർത്തി ചുംബിച്ചു. അവളുടെ ചുണ്ടിലും അവനൊന്ന് ചുംബിച്ചുകൊണ്ട് നാവുകൾ കൊണ്ട് ഒഴിഞ്ഞു. അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ മുഖം മുഴുവൻ ചുംബിച്ചു. അവൻ ഒന്നുകൂടി അവളെ ചേർത്ത് പിടിച്ചു. കാശിയേട്ടാ, റിസൾട്ട് വരാറായി, അവൾ ചെറു പേടിയോടെ പറഞ്ഞു. അതിനിപ്പോൾ എന്താ, എൻ്റെ കുഞ്ഞിന് എന്തായാലും ഫുൾ A+ ഉണ്ടാവും, അത് കാശിയേട്ടന് ഉറപ്പാ. പിന്നെന്തിനാ നീ പേടിക്കുന്നത്? എന്നാലും കാശിയേട്ടാ, ബെസേലിയസ് കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടുമോ? അവൾ നഖം കടിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു. കിട്ടും കുഞ്ഞാ, നീ സമാധാനപ്പെട്, എൻട്രൻസ് ഒന്ന് കഴിയട്ടെ, നമുക്ക് നോക്കാം. ഇല്ലെങ്കിൽ പൈസ കൊടുത്തിട്ടാണെങ്കിലും നിന്നെ ഞാൻ അവിടെ പഠിപ്പിക്കും, പോരെ? അവൻ അവളുടെ താടിത്തുമ്പിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചതും അവൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി. നമുക്ക് ഇറങ്ങിയാലോ? അവൻ ചോദിച്ചതും അവൾ തലയാട്ടിക്കൊണ്ട് എഴുന്നേറ്റു. അവർ താഴേക്ക് ഇറങ്ങി ചെന്നപ്പോൾ അനന്തനും റെഡിയായിട്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ 3 പേരും കൂടി അമ്പലത്തിലേക്ക് യാത്ര തിരിച്ചു.